എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ജേണിയുടെ മറ്റൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ നോക്കുമ്പോൾ നിങ്ങൾ ആരൊക്കെയോ കുറേ പേര് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് കാണുന്നത്. അത് അപ്പോൾ അവർക്കുള്ളൊരു റീഡിംഗ് ആണ്. ഇത് തീർച്ചയായിട്ടും റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവരിത് കേൾക്കണ്ട, വിട്ടുകളയാം. ആരൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ഇതെന്താവും, ആ ഒരു വ്യക്തി പോയല്ലോ എന്നൊക്കെ വളരെ നിരാശയിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന ആർക്കോ വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു വ്യക്തികളിലേക്ക് ഇത് എത്തണ്ടേ. അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു ആർഗ്യുമെൻ്റ് നടന്നിട്ട് ഈ ബന്ധം പെട്ടെന്നൊരു ദിവസം വഴക്കിട്ട് പിരിഞ്ഞു പോയ ആൾക്കാരുടെ എനർജി കാണണം. ഒരുപക്ഷെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് നടന്നിട്ടുണ്ട്, അതിനുശേഷമാണ് ഇത് പിരിഞ്ഞു പോയത്. അതിൽ നിങ്ങൾ രണ്ട് വ്യക്തികളിൽ ആരൊക്കെയോ ഒരാളൊരു ഇൻമെച്യൂറായിട്ട് ബിഹേവ് ചെയ്തു. അതായത് പക്വതയില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾ ചെയ്തിട്ട് അതാണ് ആ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവാനും അവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടാകാനുമുള്ള കാരണം. പക്ഷെ നിങ്ങൾ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നടന്നപ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയിട്ട് ഇനി അതൊരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അത്രയും നിങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ഒരു അകൽച്ച വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ സംസാരിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു ഗ്യാപ്പ് അവിടെ വന്നു. ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, ഇത് നിങ്ങൾക്കൊരു ഹീലിംഗ് ടൈം തന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികൾക്കും ഒരു ഹീലിംഗ് ആവശ്യമായൊരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഹീലിങ്ങിനായിട്ട് തന്നിരിക്കുന്ന ഒരു ഗ്യാപ്പാണിത്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും. തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക. ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത്. നിങ്ങളാണ് അവരുടെ ലോകം. നിങ്ങൾ കൊടുത്തൊരു സ്നേഹമോ സപ്പോർട്ടോ കെയറോ മറ്റാരും ആ വ്യക്തിക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അറിയാം നിങ്ങളാണ് അവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണറെന്നറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. തിരിച്ചു വരുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തരണം. നിങ്ങൾ മൊത്തൊരു നല്ല കുടുംബജീവിതം, അതുപോലെ തന്നെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ലൈഫ്, എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്തോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് തരണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് കുറച്ചൊരു ഇപ്പോൾ ഒരു മൗനം പാലിക്കുന്നത്. അപ്പം കാരണം ഒരുപക്ഷെ ഫാമിലി സിറ്റുവേഷൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷനോ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുന്നൊരവസ്ഥയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഹീലിംഗ് നിങ്ങൾ രണ്ടുപേരിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുവിധം നിങ്ങൾ ഹീലായി കഴിയുമ്പോൾ തനിയെ വരും ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരികയും സംസാരിക്കുകയും മുമ്പ് ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ സ്നേഹത്തോടെയും നല്ല രീതിയിലും ആ ബന്ധം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്കിടയിൽ ഒരു ഈഗോ ഉണ്ട് രണ്ടുപേർക്കും. അതും ഒരു കാരണമാവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഇരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇനി തിരിച്ചു വരികയാണെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും തമ്മിൽ വേണമെന്ന് പറയണം. വ്യക്തിബന്ധങ്ങളാവുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോൾ, അല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ ഈഗോ എന്നൊരു സംഭവം അവിടെ ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒട്ടും ഈഗോയുടെ ആവശ്യമില്ല ഒരു ബന്ധത്തിൽ. അതുപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വേണം. കാരണം നമ്മൾ മനസ്സിലൊരു കാര്യം ഇട്ടിട്ട് ആ വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മളുടെ ഒരു പേഴ്സ്പെക്റ്റീവാണത്. ഒരുപക്ഷെ അവരത് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. നേരെ മറിച്ച് രണ്ട് വ്യക്തികൾ തമ്മിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ആ ഒരു നിമിഷം അവിടെ അവസാനിച്ച് പോകേണ്ടതായിരിക്കും. അതിനെ മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് ആരാണ് വേദനിച്ചുകൊണ്ടിരിക്കുന്നത്? ആ രണ്ട് വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു നിമിഷം കൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതവിടെ തീർന്നു പോകേണ്ട ഒരു കാര്യമായിരുന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി ആയാലും ആ ഒരു വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക.
നിങ്ങളുടെ ഒരു ഫീലിങ്സൊക്കെ എക്സ്പ്രസ് ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു യൂണിവേഴ്സായിട്ട് ചേർത്ത് വെച്ചൊരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഫാമിലി ലൈഫൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങളതിനു വേണ്ടി ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, ഒരിക്കലും നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത പോലും വേണ്ട. ഒരു റിസീവിങ് മോഡിലിരിക്കുക. ആ വ്യക്തി വരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും നമ്മൾ സ്വീകരിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഒരു ആർഗ്യുമെൻറ്റിലേക്കൊന്നും പോവാതെ അത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പഠിച്ചു കഴിഞ്ഞു. എന്താണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പ് തന്നതാണ് നമുക്ക് ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം എന്തായിരുന്നു നമ്മുടെയും അല്ലെങ്കിൽ അവരുടെയും മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാസ്റ്റിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചുകൊണ്ട് ഇനി തുടർന്നുള്ള ജീവിതം വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും എല്ലാ ഐശ്വര്യങ്ങളുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.